നമസ്കാരം, എൻ്റെ പേര് തസ്നീക. ഫുക്രി എന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് നബീസ. നബീസ എന്ന് പറഞ്ഞാൽ ആ ഫുക്രി വീട്ടിലെ ഒരു കെയർടേക്കറാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സിദ്ദീഖ് സാറിൻ്റെ ഫുക്രി എന്ന സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ച്. എല്ലാവരുടെയും ആഗ്രഹമാണ് സിദ്ദീഖ് സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത്. 25 വർഷത്തിന് ശേഷമാണ് ഞാൻ സിദ്ദീഖ് സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഗോഡ് ഫാദർ എന്ന സിനിമയിലാണ് അഭിനയിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഫുക്രിയിൽ അഭിനയിക്കുന്നത്. ആ 2 പേരെ ആ ഗോഡ് ഫാദറിൽ ഉണ്ടായുള്ളൂ, ഞാനും നടൻ സിദ്ദീഖ്. പിന്നെ ഞങ്ങൾ 25ാം വാർഷികം ഫുക്രി വീട്ടിൽ ആഘോഷിക്കുകയും കേക്ക് തരികയും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കൊല്ലങ്ങൾ കഴിയുന്തോറും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ സംഭവിക്കും, ഇല്ലേ? അതായത് 25 വർഷം മുൻപ് എങ്ങനെയാണ് അതായിരിക്കില്ല 25 വർഷത്തിന് ശേഷം നമ്മൾ, അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ. ചിലവർക്ക് ജാടയുണ്ടാവും, ചിലവർ അതേ സ്വഭാവമായിരിക്കും, ചിലവര് അതിലും കുറച്ചും കൂടി നല്ല സ്വഭാവമായിരിക്കും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ നമ്മുടെ സിദ്ദീഖ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാറ്റമില്ല. 25 വർഷത്തെ ആക്ഷനും കട്ടും എങ്ങനെ പറയുന്നു, നമുക്ക് എങ്ങനെ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അതുപോലെ തന്നെയായിരുന്നു ഫുക്രിയിലും സാർ. അത് എല്ലാവർക്കും ഒരു പാഠമാണ്. ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, സാറിന്റെ ക്യാരക്ടർ എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്ര ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരോടും ഒരുപോലെ. അതാണ് സാറിന്റെ ഒരു പ്ലസ് പോയിന്റ്. അത് കണ്ട് പഠിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. സാറിന്റെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു ഒരു ആക്ടിങ്ങിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ. ശരിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം. സ്പോട്ടിലാണ് ചില ഡയലോഗ് പറഞ്ഞു തരാം, ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. നീ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്, അത് നന്നായിരിക്കല്ലോ എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. അത് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ചില സീനിനൊക്കെ നിൽക്കുന്ന സമയത്ത് ലോങ് ഷോട്ടായിരിക്കും, ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കുറച്ചുപേർ നിൽക്കും. അപ്പം ഞങ്ങളുടെ മുഖമൊക്കെ വാടിക്കാറുമ്പോൾ സാറിന് മനസ്സിലാവും ഇവരെ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ട്. ഞങ്ങളടുത്ത് പറയും, നിങ്ങളുടെ എല്ലാവരുടെയും അഭിനയം ഞാൻ ഈ പടത്തിൽ എനിക്ക് ആവശ്യമാണ്, ആരും ഞാൻ വേസ്റ്റ് ആക്കില്ല എന്ന് വന്ന് ഞങ്ങൾക്ക് സമാധാനമായിട്ട് പറഞ്ഞിരും. ഇതൊന്ന് അപൂർവം ചില ഡയറക്ടർമാർ മാത്രം കാണാവുന്ന ഒരു ക്വാളിറ്റിയാണ്. എൻ്റെ ഉപ്പ റംസാൻ അലി ഫുക്രി. നിന്റെ ഒരാൾക്ക് ഒരുപാട് ഉപ്പമാരുണ്ടാവും. എൻ്റെ അമ്മ മടത്തൂർ മഠത്തിലെ ഭാഗ്യലക്ഷ്മി അമ്മ. അമ്മേ? ആരമ്മ? എൻ്റെ അമ്മ. നിനക്ക് എപ്പോഴാണ് അമ്മ ഉണ്ടായേ? അമ്മ ഇട്ടത് പിന്നെ ഞാൻ ഉണ്ടാവും. അപ്പൊ നീ ആര്? ഞാൻ ലുക്മാൻ അലി ഫുക്രി, നിങ്ങൾ എൻ്റെ കൂട്ടുകാരും. കുറച്ചു മുമ്പ് പറഞ്ഞു ഉപ്പാന്ന്, ഇപ്പൊ പറഞ്ഞു അമ്മാന്ന്. ഉപ്പയും അമ്മയും എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല.